5th സ്റ്റാൻഡേർഡ് ബയോളജി പാർട്ട് 2. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ ബാക്കി പോർഷനാണ് ലൈവ്സ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പ് എന്താണെന്ന് പഠിച്ചു, മൈക്രോസ്കോപ്പിൻ്റെ വേരിയസ് പാർട്സ് പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ കൂടി സെല്ല് കണ്ടല്ലേ, പ്ലാന്റിൻ്റെ ഒരു സെല്ല് നമ്മൾ കണ്ടു. അപ്പോൾ ആ സെല്ലൊക്കെ ആദ്യമായിട്ട് ആരാ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫോർ ഡിസ്കവറിങ് ഓഫ് സെൽസ്, റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് സെൽ ഒബ്സർവ് ചെയ്തത്, അതും സിമ്പിൾ മൈക്രോസ്കോപ്പ് വഴി. എന്തുവഴി? സിമ്പിൾ മൈക്രോസ്കോപ്പ് വഴി. സോ സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഓക്കെ, റോബർട്ട് ഹൂക്കാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് സെൽ ഒബ്സർവ് ചെയ്തത് ഇൻ 1665. അതുകൊണ്ട് തന്നെ അയാളാണ്, റോബർട്ട് ഹൂക്ക്, ആ മനുഷ്യനാണ് സെൽ എന്ന പേര് കൊടുത്തത്. അദ്ദേഹം സെൽ എന്ന പേര് കൊടുത്തു. സെല്ലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചാമ്പർ. അതൊരു കഥ അതിൻ്റെ പിന്നിലുണ്ട്, വേറൊന്നുമല്ല. റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സെല്ലെന്ന് പറയുന്നത് ജീവനില്ലാത്ത സെല്ലായിരുന്നു. അപ്പോൾ ജീവനില്ലാത്ത ഒരു തടിക്കഷ്ണം, അതിൻ്റെ സെല്ലാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു ഹോളോ പോലെയാണ് അദ്ദേഹം കണ്ടത്. അതുകൊണ്ടാണ് സെല്ലെന്ന പേര് നൽകുകയും സെല്ലിൻ്റെ അർത്ഥം ചാമ്പർ എന്ന് ആണ്. ഓക്കെ, അടുത്ത ആരാ നോക്കാം. റോബർട്ട് ബ്രൗൺ. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. സെല്ലിൻ്റെ സെൻറ്റർ, ന്യൂക്ലിയസ് എന്ന ഭാഗം കണ്ടുപിടിച്ചതാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആൾ. റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചത് സെല്ലാണ്. അദ്ദേഹം കണ്ടുപിടിച്ച സമയത്ത് അത് ഹോളോ ആയിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. റോബർട്ട് ബ്രൗൺ എന്ന ആളാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് സെൽ കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹം പേര് കൊടുത്തത് ന്യൂക്ലിയസ് എന്നാണ്. കണ്ടുപിടിച്ചത് 1831. ഓക്കെ, റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചത് 1665 റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചത് 1831. അടുത്ത വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ. ബോഡി ഓഫ് ആൻ അനിമൽ ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. ഒരു അനിമലിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ഹ്യൂമൻ ബീങ്സ് ആയാലും അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും, പ്ലാന്റ്സിൻ്റെ കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. അനിമൽസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സ് അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ എല്ലാ അനിമൽസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന വ്യക്തി. 1839 അദ്ദേഹം കണ്ടുപിടിച്ചത്. അടുത്ത ആളെന്ന് പറയുന്നത് റുഡോൾഫ് വിർച്ചോയാണ്. അയാൾ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തു, അദ്ദേഹം കണ്ടായിരുന്നു എങ്ങനെയാണ് സെൽ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് സെല്ലിൻ്റെ ഡിവിഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു സെല്ല് പുതിയതായിട്ടുണ്ടാകുന്നത് പഴയ സെല്ലിൽ നിന്നാണ്, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്നാണ് പുതിയ സെൽ ഉണ്ടായത് എന്നാണ് റുഡോൾഫ് വിർച്ചോ എന്ന മനുഷ്യൻ കണ്ടുപിടിച്ചത്. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, ഇതൊരു സെല്ലാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഈ സെൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ല് ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് രണ്ടായിട്ട് മാറും. അപ്പോൾ ഈ ഒരു സെല്ലാണ് 2 സെല്ലായിട്ട് മാറിയത്. അപ്പോൾ പുതിയൊരു സെല്ല് എങ്ങനെയാണ് റൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഒരു സെല്ലിൽ നിന്നാണ്. അദ്ദേഹം അത് കണ്ടുപിടിച്ചത് 1858. അപ്പോൾ നിങ്ങളുടെ ബയോളജിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ 4 വ്യക്തികളെ പറ്റിയാണ്. റോബർട്ട് ഹൂക്ക്, റോബർട്ട് ബ്രൗൺ, തിയോഡർ ഷ്വാൻ ആൻഡ് റുഡോൾഫ് വിർച്ചോ. ഇത് 4 പഠിച്ചു വയ്ക്കുക. ഈ ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് സെൽ ബയോളജി എന്താണെന്ന് നോക്കാം. ഓക്കെ, സെൽ ബയോളജി എന്ന് പറയുന്നത് സെല്ലിനെ പറ്റിയുള്ള പഠനത്തെ പറയുന്നതാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, സയൻസിൻ്റെ ഒരു ബയോളജിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. സെല്ലിനെ പറ്റിയുള്ള പഠനമാണ് അതിനകത്തുള്ളത്. ഓക്കെ, അടുത്ത് സെൽ തിയറി എന്താണെന്ന് നോക്കാം. സെൽ തിയറി കണ്ടുപിടിച്ചത് MJ ഷീൽഡനും തിയോഡർ ഷ്വാനും കൂടെയാണ്. ആരൊക്കെയാണ്? MJ ഷീൽഡനും തിയോഡർ ഷ്വാനും കൂടെയാണ് സെൽ തിയറി കണ്ടുപിടിച്ചത്. അവർ രണ്ടുപേരും കൂടി 2 കോൺസെപ്റ്റാണ് സെൽ തിയറിക്ക് കൊടുത്തത്. 2 കോൺസെപ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, 2 കോൺസെപ്റ്റാണ് സെൽ തിയറിക്ക് കൊടുത്തത്. വേറൊന്നുമല്ല, എല്ലാ ഓർഗാനിസത്തിൻ്റെ ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് അല്ലേ. പ്ലാന്റ്, അനിമൽ, ഹ്യൂമൻ ബീങ്സ്, ഇവർ 3 ഉൾപ്പെടുന്നതിനാണ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് പറഞ്ഞത്
സെൽസ് ആർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ഒരിക്കലും മറക്കരുത്, ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൽ, ഓൾവേസ് സെൽ. കോശങ്ങളാണ്, സെല്ലാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റാണ് എം.ജെ. ഷീൽഡനും തിയോഡർ ഷ്വാനും പറഞ്ഞത്. അടുത്തതെന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് സെൽസ്. സെല്ലിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾ. ഒരു സെല്ലാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ബാക്ടീരിയയോ വൈറസോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത്, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സെൽസാണ്. അപ്പോൾ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾ, ഫോറിൻ പാർട്ടിക്കിളിനെ നമ്മുടെ ശരീരത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുന്ന ആളാണ് സെല്ലെന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്താ, ന്യൂട്രിയൻസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് സെലക്ട് ചെയ്യും, ന്യൂട്രിയൻസിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യും, എനർജി സെലക്ട് ചെയ്യും. അതിൻ്റെ പണിയാണ് ആർക്കുള്ളത്, സെൽസിനുള്ളത്. പിന്നെ എന്ത് ഉണ്ടാക്കിയെടുക്കണം, ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തൊക്കെയാണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ പ്രോട്ടീൻസ്, ഇതിനെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ബയോമോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുക എന്ന പണിയും സെല്ലിനാണുള്ളത്. അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഫോറിൻ പാർട്ടിക്കിളിനെ റെസിസ്റ്റ് ചെയ്യണം, ന്യൂട്രിയൻസിൽ നിന്ന് എനർജി സെലക്ട് ചെയ്യണം, പിന്നെ ഉള്ളത് എന്താ, ബയോമോളിക്യൂൾ സിന്തസൈസ് ചെയ്യുക. ഇത്രയും ഫങ്ഷനാണ് ഉള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് എക്സാമിന് ബേസിക് ഫങ്ഷൻ എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. അപ്പോൾ സെല്ലിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ, ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. സെല്ലിന് വളരുകയും അത് ഡിവൈഡ് ചെയ്യുകയുമാണ് അതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ബേസിക് ഫങ്ഷൻ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സെൽ ക്രിയേറ്റ് ആവണമെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും അമിനോ ആസിഡ്സ് എക്സെട്ര ലിപ്പിഡ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ജോയിൻ ചെയ്ത ഒരു സംഭവമാണ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെൽസിന് എന്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, അപ്പോൾ ബയോമോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെല്ലുണ്ടാവുന്നു. സെല്ലിന് എന്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, വളരാനുള്ള കപ്പാസിറ്റി, വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സെൽസിനുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതൊന്നാണ് പ്ലാന്റ്സ്. പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്, സെൽ വോൾ ഉണ്ട്. പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ട്, പക്ഷേ അനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല. പ്ലാന്റ് സെൽസിന് സെൽ വോൾ ഉണ്ട്, അനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല. അറ്റ് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ ഡിഫറൻസ് ആണ് പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിൽ ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കുക, പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഈ ഒരു കേസിലാണ്. പിന്നെ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്ലാന്റ് സെല്ല്, ഒരു സെല്ല് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ലിക്വിഡ് പോർഷൻ കാണും. ആ ലിക്വിഡ് പോർഷനകത്ത് ഒരുപാട് എന്താ പറയുക, ചെറിയ ചെറിയ അണുക്കൾ പോലെ, അണുക്കളല്ല സംഭവം, ചെറിയ ചെറിയ കുഞ്ഞു പാർട്ടിക്കിൾസ് പോലെ അവിടെ ആയിട്ട് കുറേ പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി മാഗ്നിഫൈങ് പവർ യൂസ് ചെയ്ത് മൈക്രോസ്കോപ്പ് വഴി നോക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, കറക്റ്റ് ഏത് ഷേപ്പാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എനിവേ, ഒരു സെല്ല് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് ഒരു സാധാരണ വ്യക്തി കാണുമ്പോൾ അതിനകത്ത് എന്തോ കുറേ പാർട്ടിക്കിൾസ് ഇങ്ങനെ കിടക്കുന്നതായിട്ടേ കാണാൻ സാധിക്കൂ. അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ലിക്വിഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെല്ലിൻ്റെ നടുക്കത്തെ പോർഷൻ, ഇതൊരു സെല്ലാണെന്ന് സങ്കല്പിക്കുക. ആ സെല്ലിൻ്റെ നടുക്കത്തെ പോർഷനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ റൗണ്ട് പോർഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയും. ഓക്കെ, ഈ ന്യൂക്ലിയസ് ഉൾപ്പെടെ ഈ ലിക്വിഡ് പോർഷൻ ഫുള്ളായിട്ട് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസ് പോയിട്ട്, ഓക്കെ, ആക്ച്വലി ഈ ന്യൂക്ലിയസിനകത്തും കുറച്ച് ലിക്വിഡ് പോർഷൻ ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്തുള്ള ലിക്വിഡ് പോർഷനും ന്യൂക്ലിയസിന് പുറത്തുള്ള ലിക്വിഡ് പോർഷനും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഈ ന്യൂക്ലിയസിനകത്തുള്ള ലിക്വിഡ് പോർഷൻ പോയിട്ട് ഈ സെല്ലിനകത്തുള്ള, ഓക്കെ, അതിനകത്തുള്ള പോർഷൻ, ന്യൂക്ലിയസിനകത്തുള്ള പോർഷൻ പറയത്തില്ല, ന്യൂക്ലിയസിന് പുറത്തും സെല്ലിനകത്തും ആ പോർഷൻ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം എന്ന് കേട്ട് കഴിഞ്ഞാൽ, പ്രോട്ടോപ്ലാസത്തിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും, ഈ ഒരു ന്യൂക്ലിയസിനകത്തുള്ള ലിക്വിഡ് പോർഷൻ ഉൾപ്പെടും, സെല്ലിനകത്തുള്ള ലിക്വിഡ് പോർഷൻ ഉൾപ്പെടും. സൈറ്റോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയസിനകത്തുള്ള ലിക്വിഡ് പോർഷൻ ഉൾപ്പെടാറില്ല, ഓൺലി ലിക്വിഡ് പോർഷൻ ഇൻസൈഡ് ദി സെൽ. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്ലാന്റ് സെല്ലാണ്. ഈ പ്ലാന്റ് സെല്ലിൻ്റെ പർട്ടിക്കുലർ പെക്യുലാരിറ്റീസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെ പോർഷനാണ് ഞാൻ ഇപ്പം എന്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെല്ലിൻ്റെ പുറമേ കാണുന്ന ഈ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ വോൾ എന്ന് പറയുന്നത്. അകത്തുള്ള ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പുറമേ ഉള്ളത് സെൽ വോൾ, അകമേ ഉള്ളത് സെൽ മെംബ്രെയിൻ. ഈ അകത്ത് ഇങ്ങനെ കുടുകുടാന്ന് കിടക്കുന്ന പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. ഈ ഓർഗനൽസ് കണ്ടല്ലോ, ഇവിടെ ലിക്വിഡ് പോർഷനൊക്കെ കണ്ടല്ലോ. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസും ഈ ലിക്വിഡ് പോർഷൻ്റെ അകത്തുള്ള ഇവിടെ ഈ ന്യൂക്ലിയസിനകത്തും ലിക്വിഡ് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഇനി ഇത് ന്യൂക്ലിയസിനെ മാറ്റിക്കോ, ബാക്കിയുള്ള പോർഷൻ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.